ഓഹരി വിപണി പലപ്പോഴും നിക്ഷേപകരെ നിരാശപ്പെടുത്തും. ചില സന്ദർഭങ്ങളിൽ നിരാശ കടുത്തതായിരിക്കും. വിപണിയുടെ ഉയർച്ച താഴ്ചകൾ അനുഭവിച്ചിട്ടുള്ള ദീർഘകാല നിക്ഷേപകർക്ക് ഈ വസ്തുത അറിയാം. എന്നാൽ 2020 കോവിഡ് ക്രാഷിന് ശേഷം വിപണിയിലേക്ക് വന്ന പുതിയ നിക്ഷേപകർക്ക് ഈ വസ്തുത വേണ്ട വിധം അറിയില്ല. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഓഹരി നിക്ഷേപകരിൽ 75% 2020 കോവിഡ് ക്രാഷിന് ശേഷം വിപണിയിലേക്ക് വന്നവരാണ്. 2020 ഏപ്രിൽ മുതൽ 2024 സെപ്റ്റംബർ വരെയുണ്ടായ ബുൾ മാർക്കറ്റിൽ നിന്ന് നേട്ടം കൊയ്ത ഈ പുതു നിക്ഷേപകർ 2024 സെപ്റ്റംബറിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു മാർക്കറ്റ് കറക്ഷനിൽ 18 മാസത്തോളം നീണ്ടുനിന്ന മാർക്കറ്റ് കറക്ഷനിൽ നിരാശരാണ്. വിപണിയുടെ ഈ കറക്ഷൻ ഘട്ടത്തിൽ നിക്ഷേപകർ എന്തു ചെയ്യണം? വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. വിപണിയിൽ നിന്നുള്ള റിട്ടേൺസ് സ്ഥിരതയുള്ളതല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ അസ്ഥിരതയുടെ സ്വഭാവം, പ്രത്യേകിച്ച് അതിൻ്റെ ദൈർഘ്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വിപണിക്ക് അത്ഭുതപ്പെടുത്താനുള്ള കഴിവുണ്ട്. ചില കണക്കുകൾ പറയാം. സെൻസെക്സ് 10,000 പോയിന്റിലെത്താൻ 27 വർഷങ്ങളെടുത്തു. 1979-80 100 സെൻസെക്സ് 2006 10,000 എത്തുന്നത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഒറ്റ വർഷം കൊണ്ട് 2007 സെൻസെക്സ് 20,000 ഇരട്ടിച്ചു. വീണ്ടും ആവർത്തിക്കട്ടെ, 10,000 ആവാൻ 27 വർഷം. അടുത്ത 10,000 വന്നത് ഒറ്റ വർഷത്തിൽ. വീണ്ടും ഒരു പ്രധാന ഡേറ്റ കൂടി. 1994 മുതൽ 2003 വരെയുള്ള 9 വർഷ കാലയളവിൽ സെൻസെക്സ് ഫ്ലാറ്റ് ആയിരുന്നു, 3,300 ലെവലിൽ. നോ റിട്ടേൺ അറ്റ് ദ ഇൻഡെക്സ് ലെവൽ. അടുത്ത 5 വർഷത്തിൽ എന്താണ് സംഭവിച്ചത്? സെൻസെക്സ് 6 മടങ്ങ് കുതിച്ചുയർന്നു. We had a mother of all bull market with Sensex galloping from 3,300 to 20,000 by the end of 2007. 6-fold rise in 5 years. This was a bull market which nobody predicted. പറഞ്ഞു വന്നത് ഇതാണ്: don't try to time the market. Market will surprise. It is important to remain invested. ഇനി ഈ മാസത്തെ മാർക്കറ്റ് പെർഫോമൻസ് പരിശോധിക്കാം. ഈ മാസം, അതായത് ഏപ്രിൽ 21 വരെ നിഫ്റ്റി 10% ഉയർന്നു. ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500 12.2% ഉയർന്നു. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഇൻഡീസസ് യുദ്ധത്തിന് മുമ്പുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് വിൽ കണ്ടിന്യൂ ടു സർപ്രൈസ്. പശ്ചിമേഷ്യൻ സംഘർഷം മാറ്റമില്ലാതെ തുടരുകയാണ്. US വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിട്ടുണ്ട്. ഇറാന്റെ പ്രതികരണം ഇൻഡിഫറൻ്റ് ആണ്. എപ്പോഴാണ് എന്ത് സംഭവിക്കുക എന്ന് പറയാനാവില്ല. ഇപ്പോഴത്തെ വിപണിയിലെ പ്രധാന ട്രെൻഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 4-5 പോയിന്റ് ചുരുക്കി പറയാം. ഒന്ന്, IT സെഗ്മെന്റിലെ ഒരു ഷോർട്ട് ടേം ട്രേഡ് ഓപ്പർച്യൂണിറ്റി അവസാനിച്ച മട്ടാണ്. FY27 വളർച്ചാ സാധ്യതയെക്കുറിച്ചുള്ള മാനേജ്മെന്റ് കമന്ററി പോസിറ്റീവ് അല്ല. 2, ഫൈനാൻഷ്യൽ സെഗ്മെന്റ് ശക്തമാണ്. ഇതേവരെ വന്നിട്ടുള്ള Q4 റിസൾട്ട്സ് നല്ലതാണ്. ക്രെഡിറ്റ് ഗ്രോത്ത് 14% മികച്ച നിരക്കിലാണ്. 3, ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് സ്റ്റോക്സ് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല റിസൾട്ട്സ് പ്രഖ്യാപിക്കുന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനീസ്, വെൽത്ത് മാനേജ്മെന്റ് കമ്പനീസ്, അതുപോലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഡെപ്പോസിറ്ററീസ്, ഇവയെല്ലാം ശക്തമായ നിലയിലാണ്. 4, ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്സ് ആർ റെസിലിയന്റ്. ദിസ് സെഗ്മെന്റ് ഹാസ് ഗുഡ് ലോങ് ടേം പ്രോസ്പെക്ട്സ്. ഇതൊരു ഗ്ലോബൽ ട്രെൻഡാണ്. ബട്ട് ഇൻ ഇന്ത്യ വാല്യുവേഷൻസ് ആർ ഹൈ. എങ്കിലും ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ശക്തമാണ്. 5, പവർ റിലേറ്റഡ് സ്റ്റോക്സ് ആർ ഡൂയിങ് വെരി വെൽ, ഇൻക്ലൂഡിംഗ് സോളാർ റിന്യൂവബിൾസ്. വാല്യുവേഷൻസ് ആർ എ ബിറ്റ് സ്ട്രെച്ച്ഡ്, ബട്ട് ലോങ് ടേം ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ആർ എക്സ്ട്രീംലി ബ്രൈറ്റ്. ചുരുക്കി പറയാം, റിമെയിൻ ഇൻവെസ്റ്റഡ്, കണ്ടിന്യൂ വിത്ത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, ബൈ ക്വാളിറ്റി സ്റ്റോക്സ് ഓൺ ഡിക്ലൈൻസ്. ബെസ്റ്റ് വിഷസ്.